കരിപ്പൂർ വിമാനത്താവളത്തിലെ നിർമ്മാണ ജോലിയെ തുടർന്ന് പരിസരവാസികൾക്കുണ്ടാകുന്ന പൊടിശല്യം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് എയർപോർട്ട് അധികൃതർ ഉറപ്പു നൽകിയതായി നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ. എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവുമായി നടത്തിയ ചർച്ചയിലാണ് പരിസരവാസികളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞാൻ എയർപോർട്ടിൽ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഞാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ 2 കാര്യങ്ങൾ ഞാൻ ഇന്നലെ റിട്ടേണായിട്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾക്കറിയാം, ഈ NOCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ കൊണ്ടോട്ടി നഗരസഭയിൽ വീടെടുക്കുകയാണെങ്കിലും കെട്ടിടങ്ങൾ എടുക്കുകയാണെങ്കിലും അവർക്കൊക്കെ എയർപോർട്ട് അതോറിറ്റിൻ്റെ NOC വേണം. അപ്പോൾ NOC കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട്. മാത്രവുമല്ല, അവർ NOCക്ക് അപേക്ഷിക്കുമ്പോൾ അതിൽ ഭീമമായ സംഖ്യ ഏജൻസികൾ വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയൊക്കെ ഇവിടെ ഉണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ PMAY പദ്ധതി, അത് പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിൻ്റെ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ 800 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ആ 800 സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വീടിന് പോലും എയർപോർട്ട് അതോറിറ്റിൻ്റെ അനുമതി വാങ്ങണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, എയർപോർട്ടിൻ്റെ റൺവേ കിടക്കുന്നത് എത്രയോ അകലെയാണ്, ഉയരത്തിലാണ്. പക്ഷേ ഇത് ഒരു സ്റ്റെപ്പുള്ള, അതായത് ഒറ്റ റോളുള്ള ഒരു വീടെടുക്കുമ്പോൾ അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് അത് ഇന്നലെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി 65 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ആളുകൾക്കും, മുഴുവൻ കെട്ടിടങ്ങൾക്കും, മുഴുവൻ വീടുകൾക്കും ഈ NOC ബാധകമാണെന്നാണ്. അത് നഗരസഭയ്ക്ക് മാത്രമല്ല എന്നാണ്. അതായത് ഇപ്പോൾ വയനാട്ടിലുള്ള ഒരാൾ വീടെടുക്കുകയാണെങ്കിൽ പോലും കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ NOC വാങ്ങിയിരിക്കണം എന്നാണ്. അപ്പോൾ അത് വാങ്ങാത്തത് എന്താ എന്ന് ചോദിച്ചാൽ അവർക്കതിന് ഉത്തരമില്ല. വാങ്ങേണ്ടതാണ്. പക്ഷേ കൊണ്ടോട്ടി നഗരസഭ കൃത്യമായി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങളുടെ സന്തോഷമുണ്ട്. അതിൻ്റെ സന്തോഷവും അവർ നന്ദിയും നിങ്ങളോട് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് എന്ന രൂപത്തിലാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമ്മളെന്താ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇവിടെ ചെർളചുങ്കത്ത് ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു വിവാദമാണ്. അവർ കേസിന് പോവുകയും കേസിന് പോയപ്പോഴാണ് ഇത് നിർബന്ധമാക്കി കൊണ്ടോട്ടി നഗരസഭയിൽ ഇത് നിർബന്ധമാക്കി പോകുന്നത്. ഇത് നമ്മൾ തന്നെയാണ് സത്യത്തിൽ ഇതിനൊക്കെ വളമിട്ട് കൊടുത്തത് എന്നുള്ളതാണ് വിഷയം. ഏതായിരുന്നാലും അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇന്നലെ ഡയറക്ടർ നമുക്ക് തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും തീരുമാനിക്കാം. പക്ഷേ 65 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ള ആളുകൾക്ക് മുഴുവൻ ഈ NOC നിർബന്ധമാണ്. അതിൽ ഞങ്ങൾക്കൊരു മാറ്റം വരുത്താൻ കഴിയില്ല. കാരണം അത് ഇന്ത്യ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനമാണ്. മാത്രമല്ല, അതൊരു ഞങ്ങൾക്ക് ഉത്തരവായി തന്നൊക്കെയാണ്. ആ ഉത്തരവിൽ മാറ്റാൻ ഞങ്ങൾക്കാർക്കും അധികാരമില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം ഞങ്ങളോട് അത് സൂചിപ്പിച്ചത്. മണ്ണിട്ടുയർത്തിയ റസ വിപുലീകരണം നടക്കുന്നതിനാൽ വലിയ തോതിൽ പൊടിശല്യമുണ്ടെന്നാണ് പരിസരവാസികളുടെ പരാതി. ഇത് പരിഹരിക്കാൻ കൂടുതൽ തവണ വെള്ളം തളിക്കുമെന്നും പൊടിശല്യം കുറയ്ക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ അറിയിച്ചു. നിലവിൽ ദിവസവും 3 തവണയാണ് വെള്ളം തളിക്കുന്നത്. അത് 5 തവണയാക്കും. മണ്ണിടുന്നതുമായി ബന്ധപ്പെട്ട് 14 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. ഇപ്പോൾ പാലക്കപ്പറമ്പ് എന്നൊരു സ്ഥലത്ത്. ഇപ്പോൾ നമുക്കറിയാം, അവിടെ ക്രോസ് റോഡ് ഉണ്ടായിരുന്നു. ആ ക്രോസ് റോഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ മണ്ണിടുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസം എന്ന് പറയുന്നത് 14 വീടുകൾ ഒറ്റപ്പെട്ട് കഴിയാണ്. അവർക്ക് പോകാനുള്ള വഴി, ആ വഴി ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് ഇവർ എന്ത് ചെയ്ത് എക്വയർ ചെയ്തു. പക്ഷേ ഇവരെ 14 വീട് അവർ എക്വയർ ചെയ്തില്ല. അത് മാത്രമല്ല, അവർക്ക് അതുകൊണ്ടുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ഇപ്പോൾ ലൈന് കൊണ്ടുപോകാൻ കറണ്ട് ലൈൻ പോകുന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒരു ദിവസം വന്നിട്ട് അത് കട്ട് ചെയ്യാമെന്ന് നോക്കി. കട്ട് ചെയ്യാന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ അത് തടഞ്ഞപ്പോഴാണ് അവർ നിർത്തിവെച്ചത്. അവർക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ അവർ വഴിയില്ല. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എയർപോർട്ട് അവർ ഏറ്റെടുത്തു. പക്ഷേ ഇത് മാത്രം ഏറ്റെടുത്തില്ല. അതുമാത്രമല്ല, പൊടിൻ്റെ ശല്യം വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഡയറക്ടറുമായി സംസാരിച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം, ഒന്ന്, പൊടി ഇപ്പോൾ ശല്യം ഉണ്ടെങ്കിൽ 3 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ടാങ്കറിലൊരു വെള്ളം ഒഴിക്കുന്നത്. അത് നമ്മൾക്ക് 5 പ്രാവശ്യമായി നമ്മൾക്ക് അടിച്ചുകൊണ്ട് ആളുകളെ പൊടിശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നടപടി സ്വീകരിക്കുക. മാത്രമല്ല, ഇങ്ങനെയൊക്കെ അടിച്ചിട്ടും പൊടിയുടെ ശല്യം ഇനിയും വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം എന്നാണ് ഡയറക്ടർ നമ്മൾക്ക് ഒരു ഉറപ്പ് തന്ന കാര്യം. പരിസരവാസികളുടെ വഴി, വൈദ്യുതി കണക്ഷൻ എന്നിവ തടസ്സപ്പെടുത്താതെയായിരിക്കും പ്രവൃത്തി നടത്തുകയെന്നും ഡയറക്ടർ ഉറപ്പ് നൽകിയതായി ചെയർമാൻ പറഞ്ഞു. അവർക്കുള്ള ആ വഴി ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ വാക്കാലെ നമ്മളോട് രേഖാമൂലം എന്നല്ല, വാക്കാലെ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണ്, ഒരിക്കലും ചെയർമാനോട് കട്ടൻട്രി ആയിട്ട് പറയാണ്, ഒരിക്കലും അവരെ വഴി മുടക്കിയിട്ട് ഞങ്ങൾ ചെയ്യില്ല.
അവർക്ക് എങ്ങനെയാണോ അവർ അവിടെ അതിൽ പോയിരുന്നത് അതുപോലെ അവർക്ക് പോകുന്നതിനുള്ള സംവിധാനം തുടർന്നും ഞങ്ങൾ നിർബന്ധമായിട്ട് ഞങ്ങളത് പുനഃസ്ഥാപിച്ച് തന്നെ കൊടുക്കും. അവരെ വഴി മുട്ടിച്ചുകൊണ്ടോ വെള്ളം മുട്ടിച്ചുകൊണ്ടോ കറണ്ട് മുട്ടിച്ചുകൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത് 100% ഞങ്ങൾ അവരെ സംരക്ഷിച്ച് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർ 2 കാര്യം പിന്നെ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, ഈ 14 കുടുംബങ്ങളെ ഈ മണ്ണ് ഇവരിപ്പോൾ അവിടെ അടിക്കുന്നത് വരെ ആ പൊടിശല്യം ഒഴിവാക്കുന്നതിന് വരെ ഈ 14 കുടുംബങ്ങളെ മാറ്റി താമസിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നാണ്. അപ്പോൾ അത് അവർ പറഞ്ഞത് എന്താ പറഞ്ഞാൽ കലക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അങ്ങനെ കലക്ടറുടെ അടുത്തേക്ക് പോകണം എന്നൊരു ആലോചനയാണ്. രണ്ടാമത്തെ കാര്യം, ഈ 14 വീട്ടുകാരുടെയും അവരെ ഏറ്റെടുത്താൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം തനക്കാണ് വഴിയും ഒക്കെ അവരാണല്ലോ ഏറ്റെടുത്തത്. അപ്പോൾ ഈ 14 വീടും അതിൻ്റെ സ്ഥലവും കൂടി ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടിട്ട് ജോലിയാണ്, അത് നമ്മൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു അനുകൂലമായ ഒരു സാഹചര്യം ഡയറക്ടർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യമായിട്ട് ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഭയങ്കര ആശങ്കയിലാണ്. ഇപ്പോൾ സ്ഥലം എടുത്തു കഴിഞ്ഞ് 14 പ്രാവശ്യം ഇപ്പോൾ സ്ഥലം എടുത്തു കഴിഞ്ഞു. ആ സ്ഥലം എടുക്കുമ്പോഴും തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയാണ്, ഇനി നമ്മളെ സ്ഥലം പോവില്ല എന്ന്. ഇതിലിപ്പോൾ ഒരു അവസാന ഒരു തീരുമാനം ഇപ്പോഴും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളൊക്കെ ആശങ്കയിലൊക്കെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനും ഒരു പരിഹാരം വേണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡയറക്ടർക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ കൊണ്ടോട്ടി നഗരസഭയിലുള്ള ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ 41 ആളുകളും ഇനി സ്ഥലമെടുപ്പുമായി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ജനങ്ങൾ ഒരു ആവശ്യമാണ്. ജനങ്ങൾ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആ സമരത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ കൂടെ നിൽക്കുമെന്ന് UK മുഹമ്മദ് ഇശ, ഉപാധ്യക്ഷ ആയിഷ ബിന്ദു, സ്ഥിരസമിതി അധ്യക്ഷരായ EM റഷീദ്, K റഷീദ് അലി, KK ഖദീജ, കൗൺസിലർ P അബ്ദുറഹ്മാൻ എന്നിവരും കാര്യങ്ങൾ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, എയർ 1.